അല്ല, അന്ന് സൂചനയായി കൊടുത്ത ലെറ്ററിൽ കൃത്യമായും ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അതിൽ പറഞ്ഞ പേരുകളിൽ എത്ര ആളുകൾ ഇപ്പോൾ LDF-നോടൊപ്പം ഉണ്ട് എന്ന് പരിശോധിച്ചാൽ ആ ലെറ്ററിൻ്റെ വസ്തുത നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇപ്പോൾ നിൽക്കുന്ന ഐഷ പോറ്റി ആയാലും ജി സുധാകരൻ സഖാവായാലും ഇടുക്കി MLA ആയിരുന്ന രാജേന്ദ്രനായാലും KT റസാഖ് MLA ആയാലും ഈ പറയുന്ന PK ശശി ആണെങ്കിലും അങ്ങനെ ഒരുപാട് ആളുകൾ അന്ന് ഇടതുപക്ഷത്തോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് ഇടതുപക്ഷത്തോടൊപ്പം ഇല്ല എന്ന് മാത്രമല്ല, പലരും ഇപ്പുറത്തേക്ക് വരികയും സ്ഥാനാർത്ഥികളാകുകയും ഈ പിണറായിക്കെതിരെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അപ്പോൾ കേരളത്തിൽ വരാനിരിക്കുന്ന ഒരു രാഷ്ട്രീയത്തെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും അതിൽ ഈ സംവിധാനം വിട്ട് വരാൻ സാധ്യതയുള്ള ലീഡേഴ്സിനെ കുറിച്ചുള്ള ഇൻഡിക്കേഷനാണ് കൊടുത്തിട്ടുള്ളത്. അത് വസ്തുതയാണ് എന്നുള്ളത് ഇപ്പോൾ എല്ലാവരും അറിയുന്ന കാര്യമല്ല. അതിൽ വേറെ മറ്റ് എന്ത് പ്രത്യേകിച്ച് വല്ല കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രധാനമായിട്ട് പ്രതിഭ MLA, അതായത് അവർ കായംകുളത്തുനിന്ന് മത്സരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. മാത്രമല്ല ലീഗ് നേതാവിനെതിരെ ശക്തമായിട്ട് അവർ വരികയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അല്ല, ആ സാഹചര്യമൊക്കെ ഇപ്പോഴുണ്ടായിട്ടുള്ള സാഹചര്യങ്ങളാണ്. ഞാൻ ഒരാളെയും അതിൽ വ്യക്തിപരമായ ആളുകളുമായി അവരുടെ പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലെ കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ പിണറായിയുമായിട്ടുള്ള ഏറ്റുമുട്ടൽ, പിണറായിസത്തിനെതിരെയുള്ള ഏറ്റുമുട്ടൽ ഞാൻ അപ്പുറത്തുനിന്ന് നടത്തുന്ന സമയത്ത് എത്രയോ ഉന്നതരായിട്ടുള്ള CPM-ൻ്റെ ലീഡേഴ്സ് എന്നെ അന്ന് പിന്തുണച്ചിരുന്നു. ഞാൻ രാജിവെച്ച് പുറത്ത് വന്ന് ഈ ഒരു ഘട്ടം വരെയായി 1.25 വർഷമാകുമ്പോഴാണ്. നമ്മൾ ഇന്ന് വരെ ഒരാളുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. അത് ശരിയായ നിലപാടല്ല. അതോടൊപ്പം തന്നെ ഈ കത്ത് നമ്മൾ കൊടുക്കുമ്പം അതിൻ്റെ ഏറ്റവും ഫ്രണ്ട് പേജിൽ കത്ത് നിങ്ങളെല്ലാവരും കണ്ടതാണ്. ഹൈലി കോൺഫിഡൻഷ്യൽ ആൻഡ് പ്യുവർലി പേഴ്സണൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയത്തിലുണ്ടാകുന്ന മിനിമം ധാർമ്മിക ഉത്തരവാദിത്തം പോലും അവർ എന്താ പറയുക കൈകാര്യം ചെയ്യാനോ അതിനനുസരിച്ച് ചെയ്യാനോ വളരെ തറയായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളും ഇത്തരത്തിലുള്ള പരിശ്രമങ്ങളുമാണ്. അത് വളരെ വ്യക്തമാണ്. അപ്പോൾ കേരളത്തിലെ ജനതയെ സംബന്ധിച്ച് നിങ്ങൾ പേര് പറയുന്ന ഈ പേരുകളിൽപ്പെട്ട പലരും ഇന്ന് അപ്പുറത്താണ്. അവരെ ക്രോഡീകരിക്കാനും അവരുമായി സംസാരിക്കാനും AITC-യുടെ നേതൃത്വം കേരളത്തിൽ വരാൻ തയ്യാറായില്ല. ഇവരെല്ലാവരെയും കൂട്ടിയിട്ട് ഞാനിവിടുന്ന് ഒരു വിമാനമെടുത്ത് അങ്ങോട്ട് ചെല്ലണമെന്ന നിലപാട് സ്വീകരിച്ചാൽ അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകാവുന്ന ആളുകളല്ല ഇവരിൽ മഹാഭൂരിപക്ഷം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചെയ്യേണ്ടത് എന്തായിരുന്നു? അവരുടെ ഉത്തരവാദിത്തപ്പെട്ട മെയിൻ സ്ട്രീമിലുള്ള ഒരു വ്യക്തിയെ ഇങ്ങോട്ട് അയക്കുകയും ഇവരുമായി സംസാരിക്കാനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കാം എന്ന് പറയുകയും ശേഷം അതിന് തയ്യാറായില്ല. അതിൻ്റെ പരിണിത ഫലമാണിത്. അതൊന്നുമല്ല ഇപ്പോൾ ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ എന്നെ നേരിടുന്ന വിഷയം എന്ന് പറയുന്നത് കോൺഗ്രസുമായിട്ടുള്ള ഒരു ഐക്യവും പാടില്ല എന്ന് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചാൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ബേപ്പൂർ ഇലക്ഷൻ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മൾ പിണറായിസത്തിനെതിരെ മരുമാനസത്തിനെതിരെ കാൻഡിഡേറ്റായിട്ടാണ് ഞാൻ മത്സരിച്ചത്. എന്നെ നെഞ്ചിലേറ്റിയത് അവിടുത്തെ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും UDF-ൻ്റെ മറ്റു CMP ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെയും പ്രവർത്തകരാണ്. രാപ്പകലില്ലാതെ കഠിനാധ്വാനം നടത്തിയിട്ടാണ് അവിടെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മുന്നോട്ട് പോയത്. ആ പാർട്ടിയോടും ആ മുന്നണിയോടും കൂട്ടുചേരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എനിക്ക് NDA മുന്നണിയിൽ ചേരാൻ പറ്റുമോ? എന്താണ് അവരുദ്ദേശിക്കുന്നത്? ഓരോ സ്റ്റേറ്റിലെയും രാഷ്ട്രീയം ഇന്ത്യയെ സംബന്ധിച്ച് വ്യത്യസ്തമാണ്. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ തമിഴ്നാട്ടിലേക്ക് കടന്നാൽ എന്താണ് സ്ഥിതി? അവിടെ ഈ പറയുന്ന CPM-ഉം കോൺഗ്രസും മുസ്ലിം ലീഗും SDPI-യും ഉൾപ്പെടെയുള്ള എല്ലാവരും DMK-യുടെ കൂടെയാണ്. അത് അവിടുത്തെ രാഷ്ട്രീയമാണ്. അപ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തമാണ്. ആ വ്യത്യസ്ത രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് പാർട്ടിക്ക് നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. 125 വർഷം പഴക്കമുള്ള രാജ്യത്തിൻ്റെ ചരിത്രത്തോടൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അങ്ങേയറ്റത്തെ പങ്കാളിത്തം വഹിച്ച് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടുന്ന ഏറ്റവും മുൻനിരയിൽ നിന്ന പാരമ്പര്യമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യം വെച്ചുകൊണ്ട് അളക്കുകയും തൂക്കുകയും അതനുസരിച്ച് ഞാൻ പെരുമാറുകയും ചെയ്യണം, ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് UDF-മായി സമരസപ്പെട്ട് കോൺഗ്രസുമായി സമരസപ്പെട്ട് UDF-ൻ്റെ ഘടകകക്ഷികളുമായി ഒരുമിച്ച് നിന്നുകൊണ്ട് കേരളം ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താണ്? പിണറായിസമാണ്. പിണറായിസം എന്ന് പറയുന്നത് എന്താണ്? പിണറായി എടുക്കുന്ന ഈ ജനാധിപത്യ വിരുദ്ധ നിലപാടുകൾ, സ്വാർത്ഥ താല്പര്യവും കുടുംബാധിപത്യവും, അതിനൊക്കെ അപ്പുറം നമുക്ക് താങ്ങാൻ കഴിയാതെ വന്നത് ഒരു ഇടതുപക്ഷ ആശയം എന്ന് പറയുന്നത് തന്നെ എന്താണ്? മതേതരത്വമാണ്. ആ മതേതരത്വം പരിപൂർണമായും കൈവിട്ടു. തൊഴിലാളികളെ പൂർണ്ണമായും കൈവിട്ടു. ജനങ്ങളെ കൈവിട്ടു. കേരളത്തിലുടനീളം 500 കോടിയോളം രൂപക്ക് പോസ്റ്റർ വെച്ചിട്ട് ഞാനല്ലാതെ മറ്റാരുണ്ട് എന്ന് പറയുന്ന ധിക്കാരിയുടെ മുഖം കേരളത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പിലും കണ്ടതാണ്. ആ ധിക്കാരത്തെ എതിർക്കാനും അതിനെ നേരിടാനും കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അടിസ്ഥാനപരമായ
അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും വേണ്ടിയുള്ള പോരാട്ടമാണ് UDF ഇവിടെ നടത്തുന്നത്. ആ പോരാട്ടത്തോടൊപ്പം നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും ആ പറയുന്ന പാർട്ടിയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. UDF-ന്റെ ഭാഗത്തു നിന്നുള്ള ഇപ്പോൾ ഇടതുപക്ഷം വന്ന ആളുകൾ, സുരേഷ് അടക്കമുള്ള ആളുകളൊക്കെ അപ്പോൾ UDF വേണ്ടി മത്സരിച്ചു അൻവറുണ്ട്. അപ്പോൾ ഈ UDF-ലെ ഈ ഇടത് നിന്ന് വന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഈ സുരേഷിനെ പോയി കാണുന്നു, സുധാകരനെ പോയി കാണുന്നു. ഇലക്ഷൻ ശേഷം ഒരു മാറ്റം ഉണ്ടായാൽ അങ്ങനെ ഒരു കൂട്ടായി ഒന്നിച്ചൊരു ബ്ലോക്കായിട്ടിരിക്കാനൊക്കെ ഒരു തീരുമാനമാണ്. അല്ല, അതൊക്കെ UDF ലീഡർഷിപ്പുമായി ചർച്ച ചെയ്യേണ്ടതാണ്. ഞാനിപ്പോൾ ഇവരെയൊക്കെ വ്യക്തിപരമായി കാണുന്നു എന്ന് പറയുന്നത് ഞാൻ തുടങ്ങി വെച്ചൊരു പോരാട്ടം. ഇന്നലെ സുരേഷ് വളരെ വ്യക്തമായി നിങ്ങളോടത് പറഞ്ഞതാണ്. PV അൻവർ തുടങ്ങി വെച്ച പോരാട്ടമാണിത്. അതിൻ്റെ പരിണിത ഫലമാണ് കേരളത്തിലെ പിണറായിസം എന്ന് പറയുന്നത്. അത് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാക്കി കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ തുടങ്ങി വെച്ച ആ വിഷയത്തിൽ പിന്നീട് കടന്നു വന്നവരാണ് ഈ പറയുന്നവരൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരേ പക്ഷത്ത് ഒരേ ഭാഗത്തു നിന്ന് ഒരേപോലെ പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. അപ്പോൾ അവരൊക്കെ അവിടുന്ന് വിട്ടു വന്നു ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടി മറ്റു പലരും പ്രവർത്തിക്കുകയും ചെയ്ത അവരെ ഒന്ന് കാണുക, സംസാരിക്കുക എന്നത് എൻ്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്തമാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്ക് അതിനൊന്നും സാധിക്കില്ല. ഇതിൽ പലരും സ്ഥാനാർത്ഥികളായവരാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടയർഡ്നെസ് ഒക്കെ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഇവരെയൊക്കെ സൗഹൃദപരമായി കാണുന്നു എന്നതിലപ്പുറം മറ്റുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടത് UDF ലീഡർഷിപ്പാണ്. ആ UDF ലീഡർഷിപ്പുമായി അത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണത് വർക്കൗട്ട് ചെയ്യേണ്ടത്. ഭാവി കേരളത്തിന് ഇപ്പോൾ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വലിയ പൊട്ടിത്തെറി പിണറായിക്കെതിരെ CPM-ൻ്റെ അകത്ത്, ഇടതുപക്ഷത്തിനകത്ത് ഉണ്ടാകുമെന്ന ഉറപ്പാണ്. അപ്പോൾ അവർക്കെല്ലാം ഒരുമിച്ച് നിൽക്കുകയും നാളെ UDF-ന് ശക്തി പകരുന്ന ഒരു ലെഫ്റ്റ് പൊളിറ്റിക്സ്, ഇപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രതിപക്ഷ നേതാവ് തന്നെ പല ഘട്ടങ്ങളിലും നിങ്ങളോട് പറഞ്ഞു, ഇടതുപക്ഷം എന്ന് പറയുന്നത് ഞങ്ങളാണ് യഥാർത്ഥ റിയൽ ലെഫ്റ്റ്, നെഹ്റുവിയൻ ലെഫ്റ്റിസ്റ്റ് ഞങ്ങളാണ്, മറുഭാഗം പരിപൂർണമായി മുതലാളിത്ത പാർട്ടിയായി മാറിയെന്ന് ആവർത്തിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സാധ്യത ഇവിടെ ഉണ്ട്. ആ സാധ്യത എങ്ങനെ UDF-ന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ വരാനിരിക്കുന്ന പൊളിറ്റിക്സിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ എന്ന ഒരു ആലോചന. രാഷ്ട്രീയം എന്ന് പറയുന്നത് എപ്പോഴും പരീക്ഷണശാലിയാണ്. അതിൽ ആലോചനകൾ ഉണ്ടാവണം, അതിൽ പരീക്ഷണങ്ങൾ ഉണ്ടാവണം. അത്ര കണ്ടാൽ മതി അതിനെ. UDF തന്നെ ഇപ്പോൾ ഇടതു പാർട്ടികൾ ഈ പറയുന്ന CND, RSP, അതുപോലെ തന്നെ RMP പോലുള്ള പാർട്ടികളൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കോൺഗ്രസ് അത്ര നല്ല അനുഭവമാണ് എന്ന് പറയുന്ന അൻവറിനെ തിരിച്ച് കോൺഗ്രസിലോട്ട് പോയാൽ പോരെ? പാർട്ടി ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് പോകുക എന്ന് പറയുന്നത് ഞാനൊരു വ്യക്തിയല്ല. എന്നോടൊപ്പം നിൽക്കുന്ന പല ആളുകൾ, പല വ്യക്തികൾ, പല സംഘടനകൾ, ഇവർക്കൊന്നും ഡയറക്റ്റായിട്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് ചേരാൻ പറ്റും. അവരൊക്കെ പലരും ഇൻഡിവിജ്വൽ കാഴ്ചപ്പാടുള്ളവരാണ്. ഇവർക്കൊക്കെ UDF-മായി നല്ല രീതിയിൽ യോജിക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയാൽ ഇവരെയൊക്കെ ഒരുമിച്ച് നിർത്താൻ സാധിക്കും. അതിൻ്റെ പോസിബിലിറ്റിയെക്കുറിച്ച് മാത്രമേ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ. അങ്ങനെയെങ്കിൽ ആദ്യം ഒരു പാർട്ടി രൂപീകരിച്ചു, പിന്നീട് DMK ആയി, ഇപ്പോൾ മൂന്നാമതൊരു പാർട്ടി രൂപീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകണം. അത് രാഷ്ട്രീയ കേരളം അങ്ങനത്തെ ഒരു സാഹചര്യത്തെ ഇതുവരെ എന്താ പറയുക പരിചിതമല്ലാത്തൊരു പാറ്റേൺ കൂടിയാണല്ലോ. അപ്പോൾ അത് അക്സെപ്റ്റൻസ് അവിടെയാണ് പ്രശ്നം. DMK എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്ന് പറയുന്നത് നമ്മളൊരു സോഷ്യൽ സംഘടന, പൊളിറ്റിക്കൽ സംഘടന ആക്കിയിട്ടില്ല. നിങ്ങൾക്കറിയാം, അന്നും പറഞ്ഞതാണ്, ഇന്നും DMK നമ്മൾ നിലനിൽക്കുന്നുണ്ട്. അതൊരു സോഷ്യൽ സംഘടന. പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്ത് അന്ന് DMK-യുമായിട്ടുള്ള ഒരു അലയൻസിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം തമിഴ്നാട്ടിലെ അലയൻസുമായി നമ്മൾ ശ്രമിച്ചിരുന്നു. അതിനും പാര വെച്ചത് ഈ പറയുന്ന വ്യക്തി തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീടുള്ള ഒരു പരീക്ഷണം എന്ന നിലക്കായിരുന്നു ദേശീയ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ ഇവിടുത്തെ ഇന്ത്യ മുന്നണിയൊക്കെ ആയി നല്ല രീതിയിൽ കോൺഗ്രസുമായി സഹകരിച്ചു പോകുന്നൊരു ഘട്ടമായിരുന്നു അന്ന്. പക്ഷേ ആ ഘട്ടത്തിൽ നിന്ന് ഇവർ തിരിഞ്ഞു നടക്കുകയാണ്. ആ തിരിഞ്ഞു നടത്തം കേരളത്തിലെ രാഷ്ട്രീയത്തിന് ഒരിക്കലും ഭൂഷണമല്ല. നമുക്ക് നമ്മുടെ രാഷ്ട്രീയം കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്നത് നിലപാടാണ് നിങ്ങൾ നോക്കേണ്ടത്. ഞാനെടുത്ത നിലപാട് പിണറായിസത്തിനെതിരായിരുന്നു. ആ നിലപാടിൽ നിന്ന് ഒരു മില്ലിമീറ്റർ ഞാൻ മാറിയിട്ടില്ല. എനിക്ക് കേരളത്തിൽ മലപ്പുറത്ത് ഏതെങ്കിലും ഒരു സീറ്റിൽ മത്സരിച്ച് സുഖമായിട്ട് ജയിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ട് അത് തരാൻ UDF തയ്യാറായി നിൽക്കുമ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ് ഞാനെടുത്ത നിലപാട് ഈ മരുമോനിസവും ഈ കുടുംബാധിപത്യമാണ്. അതിനെതിരെ പോരാട്ടം നയിക്കേണ്ടത് ഞാൻ തന്നെയാണ് എന്ന എൻ്റെ മനസാക്ഷിയുടെ എൻ്റെ തള്ളലാണ് ഞാൻ ബേപ്പൂരിൽ പോയിട്ട് ഇത്രയും വലിയ റിസ്ക് എടുത്ത് ഞാൻ മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. UDF-നെ തള്ളിപ്പറഞ്ഞുകൊണ്ടും കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടുമുള്ള ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച് നമുക്ക് കേരളത്തിൽ ഇപ്പോൾ ചിന്തിക്കാൻ കഴിയില്ല. കാരണം എന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അത്രയും ശക്തമായി പിന്തുണച്ചത് UDF-ആണ്. അവർ പ്രവർത്തകരാണ്. രാപ്പകലില്ലാതെ ഒരു കാലത്തും കഴിഞ്ഞ 50 വർഷക്കാലത്തിനിടയ്ക്ക് ബേപ്പൂരിൽ ഇത്ര വലിയൊരു പ്രവർത്തനം ഞങ്ങൾ നടത്തിയിട്ടില്ല എന്ന് പറയുന്നത് UDF-ൻ്റെ പ്രവർത്തകരാണ്. അത്രയും സിൻസിയറായിട്ട് അവർ പ്രവർത്തിച്ച്
നാളെ ഈ പിണറായി സത്യത്തിൻ്റെ പോരാട്ടം UDF മുന്നോട്ട് പോകുമ്പം അതിൽ മാറി നിൽക്കണമെന്ന് പറഞ്ഞാൽ അതെന്ത് രാഷ്ട്രീയമാണ്? അതിന് സാധ്യമല്ലാത്തതുകൊണ്ടാണ് നിർണായകമായിട്ടുള്ള ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇപ്പം ബേപ്പൂരിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണോ TMCക്ക് ഇങ്ങനെ ഒരു നിലപാടാണ് എന്ന് ക്ലിയർ ആയത്? അല്ല, ബേപ്പൂരിൽ മത്സരിക്കുമ്പോഴല്ല, കോൺഗ്രസ് വേദി പങ്കിടാൻ കഴിയില്ല, അവരുടെ ലീഡേഴ്സിനെ അയച്ചു തരാൻ കഴിയില്ല. കോൺഗ്രസുമായിട്ടുള്ള പശ്ചിമ ബംഗാളിൽ അവർ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ രാഷ്ട്രീയത്തെ ഇവിടെ സ്റ്റേജ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവരെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആണ് അവർ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കോൺഗ്രസുമായി സഹകരിക്കാൻ കഴിയില്ല, പാടില്ല എന്ന് പറഞ്ഞ അവരുടെ നിലപാട് അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ക്ലാരിറ്റി വന്നത് ബേപ്പൂരിലേക്ക് അല്ല, അത് എവിടെയാണെങ്കിലും ഇപ്പോൾ ഞാൻ വേറെ ഏത് മണ്ഡലത്തിലാണെങ്കിലും UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെങ്കിൽ അവരുടെ നിലപാട് അത് തന്നെയാണല്ലോ.